ഹലോ ഫ്രണ്ട്സ്, പ്രസാദ്. ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇത് 2020 മുതൽ 2026 വരെ മാർക്കറ്റ് അപ് ട്രെൻഡാണ്. മാർക്കറ്റ് ഒരു 19,000 എത്തിയാലും നമുക്ക് അത്ഭുതപ്പെടേണ്ട. 19,000 എത്തിയാലും 20,000 19,000 എത്തിയാലും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയില്ല, ഒരു കറക്ഷൻ മാത്രമാണ്. അതായത് ഇവിടെ എൻട്രി ആയിട്ടുള്ള ഇപ്പോഴും പ്രോഫിറ്റിലാണ്. അതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമേ ആവത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഒരു 19,000 എത്തിയാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് ട്രെൻഡ്. ഓക്കെ, മന്ത്ലി ക്യാൻഡിൽ 1 2 3 4 ടച്ചിൽ ഇത് നാലാമത്തെ ടച്ചിൽ 1 2 3 4 നാലാമത്തെ ടച്ചിൽ ഡൗൺ ട്രെൻഡ് ക്യാൻഡിൽ, ദെൻ റീടെസ്റ്റ് ആൻഡ് റെഡ് ക്യാൻഡിൽ. മന്ത്ലി രണ്ടാഴ്ചയായിട്ടുള്ളൂ റെഡിലാണ്. നമുക്ക് നോക്കാം. ഈ ഗ്രീൻ ക്യാറ്റിൻ്റെ ചൂടിൽ ക്ലോസ് ചെയ്താൽ ഒരു ഡൗൺഫാൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്തണവരെയും ഇവിടെ എത്തിയാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉള്ളവർ ചെയ്യാം. പക്ഷേ ഒരു ലോങ് ടേമിൽ എന്നും നമ്മുടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരിക്കും. ഈ ഒരു കറക്ഷൻ കഴിഞ്ഞ് ഒരു ഡൗണിലേക്ക് കയറി ഈ ഒരു കറക്ഷൻ കഴിഞ്ഞ് കയറും. ഓക്കെ, ഒരു 3 കൊല്ലം വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ SIP ആയി ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, 19,000 എത്തുന്നതാണ് എൻ്റെ വിചാരം. നമുക്ക് അതിനുള്ള 3 മാസത്തിനുള്ള ഉള്ള സാധ്യതയൊക്കെ നമ്മൾ ജിയോ പൊളിറ്റിക്കലിൽ കാണുന്നുണ്ട്, ന്യൂസുകൾ വരും. ഓക്കെ, താങ്ക്സ്. എൻ്റെ വീഡിയോ സപ്പോർട്ടായി ഇഷ്ടപ്പെട്ടാൽ എൻട്രി ആകാം. നിങ്ങൾക്കൊരു ഡെയിലി വീഡിയോ ഒന്ന് നോക്കുകയാണെങ്കിൽ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ട്രെൻഡാണല്ലേ. ഇതൊരു മേജർ പുഷ്. ഓക്കെ, മേജർ റേഞ്ച്. ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ലോങ് ക്യാൻഡലാണ്. ഈ ഒരു ഗ്യാപ്പാണ് എത്തും എന്ന് എൻ്റെ ഒരു വിചാരം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളെ ഭയപ്പെടുത്തല്ല, കരുതിയിരിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ പോയാൽ മാത്രം നിങ്ങളൊരു സിംഗിൾ ട്രേഡിലൊക്കെ എൻട്രി ചെയ്യാൻ മതി. ഓക്കെ, 24,500 മുകളിൽ പോയാൽ ഒരു സിംഗിൾ ട്രേഡിൽ ബൈ എൻട്രിയൊക്കെ ചെയ്താൽ മതി. ഇപ്പോഴും കുറേ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഒരു അപ് ട്രെൻഡ് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ നിഫ്റ്റി മാത്രം നോക്കണ്ട, നിഫ്റ്റിയുടെ കറക്ഷൻ നോക്കണ്ട. ചില സ്റ്റോക്കുകളിലൊക്കെ ഒരു അപ് ട്രെൻഡ് കാണുന്നുണ്ട്, അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, നാളെ കാണാം. അടുത്ത ആഴ്ച സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.